ഹലോ. ഈ കുട്ടികളിലും അതുപോലെ യുവാക്കളിലും കാണുന്ന ഒരു ടൈപ്പ് സോറിയാസിസ് ആണ് ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ചെറിയ മടത്തുള്ളികൾ പോലെയുള്ള ചുമന്ന പാടുകൾ നമ്മുടെ മുതുകിൻ്റെ ഭാഗത്തും അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയും ശരീരം മുഴുവനും ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഇതിന് വളരെ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പം ഈ ഗട്ടേറ്റ് സോറിയാസിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ത്രോട്ടിലുണ്ടാകുന്ന വളരെ കാലമായിട്ടുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടർ. ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ സ്റ്റിമുലേറ്റ് ആവുകയും അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ ഗട്ടേറ്റ് സോറിയാസിസ് വരുന്നത്. പക്ഷേ ഈ ഗട്ടേറ്റ് സോറിയാസിന് ഒരു 50% പേർക്ക് ഇത് ഒരു പൂർണ്ണ തോതിലുള്ള പ്ലേഗ് സോറിയാസിലോട്ട് ഭാവിയിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും സോറിയാസിസ് ഉള്ളതോ അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്നവരോ ആണെങ്കിൽ ഇതിന് പൂർണ്ണ തോതിലുള്ള സോറിയാസിലോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമേ ഇതിനെ പ്രോപ്പറായിട്ട് ഈ ത്രോട്ട് ഇൻഫെക്ഷനെയും അതുപോലെ ഈ സ്കിന്നിനെയും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച റിസൾട്ട്സ് കിട്ടുകയും ഇത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്.